ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീരടുത്തിടെ നെയ്റോസ്റ്റ് ഈ പാഴ്സലിനകത്തില്ല. അത് ശരി. അപ്പൊ പെങ്ങൾക്ക് മാത്രം മസാല ദോശ വാങ്ങി. എന്റെ കാര്യം മറന്നു. ഇനി വരട്ടെ, കാണിച്ചു തരാം. ഓളെന്തായി പറയുന്നേ? എത്ര നാളിങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ആതിരെ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത് കാര്യം? നാളെ മുതല് 3 നേരം അച്ഛനുള്ള ഫുഡ് മുറി കൊണ്ട് കൊടുത്താൽ മതി. അതെന്താ അങ്ങനെ? ഇവിടെ എല്ലാരും അങ്കിളിനോടൊപ്പം ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നേ? ഈ വീട്ടിലെ ശീലം അതല്ലേ? അതിനനുസരിച്ച് ചേച്ചിക്ക് എന്താ പെരുമാറാൻ പറ്റാത്തത്? എന്തിനാ ഇങ്ങനെ പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നേ? കാലത്തിനും സൗകര്യങ്ങൾക്കും അനുസരിച്ച് ചില ശീലങ്ങളൊക്കെ മാറണമല്ലോ. ഇവിടെ ഒരു ശീലവും മാറേണ്ട കാര്യമില്ല. ഈ വീടിന്റെ ശീലങ്ങൾക്കനുസരിച്ച് ഏട്ടത്തി അങ്ങ് മാറിയാ മതി. അല്ലെങ്കിലും ഈ വീടിന്റെ ശീലങ്ങളും രീതികളും ഒക്കെ മാറ്റുക എന്നുള്ളതാണല്ലോ ചേച്ചിയുടെ ഉദ്ദേശം. അർച്ചന ഏട്ടത്തി വീട് വിട്ടു പോയതും ചേച്ചിയുടെ കുത്തിത്തിരിപ്പോണ്ടാണല്ലോ. കുറെ നാളായി നീ ഇവരുടെ കൂടെ കൂടി എന്നെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. എന്റെ കൂടപ്പിറപ്പാണല്ലോ എന്ന് കരുതിയാ ഞാൻ ഇതുവരെ നിന്നെ വെറുതെ വിട്ടത്. ഇനി എനിക്കെതിരെ തിരിഞ്ഞാലുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും എനിക്കറിയാം, സഹോദര സ്നേഹവും ആത്മാർത്ഥതയോ ഒരിക്കലും ആരോടും ഇല്ലാത്ത ആളാ ചേച്ചി. പക്ഷെ ഒരു കാര്യം ചേച്ചി ഓർത്തോ, ഇപ്പൊ ഈ ചെയ്യുന്നതിനൊക്കെ ചേച്ചി മറുപടി പറയേണ്ട ഒരു ദിവസം വരും. അന്ന് അർച്ചനേട്ടത്തി പറഞ്ഞിട്ട് പോയതുപോലെ ഈ വീടിന്റെ പടി ഇറങ്ങി പോകേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിക്ക്. കണ്ടില്ലേ എന്റെ സ്വന്തം അനിയത്തിയുടെ പോലും മനസ്സിലിരിപ്പ്. അതെ, അവള് പറഞ്ഞത് ശരിയാ. അച്ചുചേച്ചി അങ്ങനെ ആരെയും വെറുതെ വെല്ലുവിളിക്കാറൊന്നുമില്ല. ഈ വീടിനകത്തുള്ള അച്ചുചേച്ചിയേക്കാൾ പുറത്തുള്ള അച്ചുചേച്ചി ഭയക്കണം. സ്വന്തം ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് ഈ വീട് വിട്ട് എന്റെ ചേച്ചി മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? അതെന്തിനാണെന്ന് കണ്ടു തന്നെ അറിയണം. എന്ത് വേണം സാർ? ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും. ഓക്കെ സാർ. സാർ ചായ? ശരി. ചേട്ടാ, ഒരു മസാല ദോശ പാഴ്സൽ. ഡേയ്, ഒരു മസാല ദോശ പാഴ്സൽ. സർ ചായ. അതെ, എനിക്കൊരു പാഴ്സൽ വേണം. എന്താ സർ, ചപ്പാത്തി തന്നെയാണോ? ചപ്പാത്തി അല്ല, ഒരു മസാല ദോശ. മസാല ദോശ നോർമൽ ആണോ അതോ സ്പെഷ്യൽ ആണോ? സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ. ഓക്കെ സർ.
മാഡം, ഞാൻ സ്വാമീസ് ഹോട്ടലിൽ നിന്നാ. ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു. ശരി. ഇതിൽ ഒരെണ്ണല്ലേ ഉള്ളൂ. മസാല ദോശയോ? അപ്പൊ എഴുതിയുടെ നെയ്റോസ്റ്റോടെ എഴുതിക്ക് വാങ്ങാതെ എനിക്ക് മാത്രം മസാല ദോശ വാങ്ങിയെന്നറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. ഏട്ടാ, എന്താ മോളെ? സ്വാമീസ് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ കിട്ടി. പാഴ്സല്? പക്ഷേ ഇതില് എനിക്കുള്ള മസാല ദോശ മാത്രമല്ലേ ഉള്ളൂ. മീരടുത്തിയുടെ നെയ്റോസ്റ്റ് ഈ പാഴ്സലിനകത്തില്ല. അത് ശരി. അപ്പൊ പെങ്ങൾക്ക് മാത്രം മസാല ദോശ വാങ്ങി. എന്റെ കാര്യം മറന്നു. ഇനി വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഓളെന്തായി പറയുന്നേ? ഞാൻ സ്വാമീസ് ഹോട്ടലിൽ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. അത് വൈകുന്നേരം വാങ്ങാനിരിക്കായിരുന്നു. അപ്പൊ പിന്നെ ഈ പാഴ്സൽ ആരാ ഓർഡർ ചെയ്ത്? അറിയില്ല മോളെ, ഞാനല്ല. ശരി ഏട്ടാ, എന്നാ ഞാൻ വയ്ക്കോ? അപ്പൊ ഇത് സച്ചേൻ ഓർഡർ ചെയ്ത് കൊടുത്തയച്ചതായിരിക്കും. എന്നെ സോപ്പിടാനുള്ള പരിപാടിയല്ലേ? ശരിയാക്കി കൊടുക്കാം.